അതാ ബദർ രണാങ്കണത്തിലേക്ക് പോകാൻ വേണ്ടി അതാ നാടും വീടും വിട്ടിട്ട് ഭാര്യമാരോട് യാത്ര പറഞ്ഞിട്ട് മക്കളോട് യാത്ര പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത്? അതാ മുത്തുനബിയുടെ ചാരത്തേക്ക്. എന്തിനാ പോകുന്നത്? ഇലക്ഷന് മത്സരിക്കാനല്ല, അതെ പഞ്ചായത്തിലേക്ക്, അസംബ്ലിയിലേക്ക്, പാർലമെന്റിലേക്ക് മത്സരിക്കാനല്ല. പിന്നെ എന്തിനാ? ഓ ഉമ്മത്തേ, എനിക്കും നിങ്ങൾക്കും ഇവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ, എനിക്കും നിങ്ങൾക്കും മുസ്ലിമാണെന്നൊക്കെ വിളിച്ചു പറയാനുള്ള അവകാശം വാങ്ങിത്തരുവാൻ, സ്വാതന്ത്ര്യം വാങ്ങിത്തരുവാൻ അതാ മുത്തുനബിയുടെ ചാരത്തേക്ക് പോവുകയാണ്. ഓ മുസ്ലിം ഉമ്മത്തെ, ഈ 313 സഹാബികളിൽ നിന്ന് 14 പേരല്ലേ ഷഹീദായത്? നിങ്ങൾ നോക്കൂ, യുദ്ധം ഇന്ന് പല യുദ്ധങ്ങളും നടക്കുകയാണ്. അമേരിക്ക എത്ര കാലമായി ഇറാഖിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, ഫലസ്തീനിനെ നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുന്ന എത്ര പിഞ്ചു പൈതങ്ങളെയാ കൊന്നൊടുക്കിയത്, എത്ര സ്ത്രീകളെയാ കൊന്നൊടുക്കിയത്, എത്ര കുട്ടികൾ താമസിക്കുന്ന, കുട്ടികളെ പരിചരിക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് മിസൈലുകളും ആറ്റം ബോംബുകളും എറിഞ്ഞിട്ട് എത്ര ചോരക്കുഞ്ഞുങ്ങളാ മരിച്ചുപോയത്. ഇന്നും അവിടെ പോർക്കളം നടക്കുകയല്ലേ? ചോര കൊണ്ട്, ചുടുചോര കൊണ്ട് ചഞ്ചായം അണിയുകയല്ലേ? ഓ, ഇത്രയും വലിയൊരു പോരാട്ടം നടന്നിട്ട് 14 പേരല്ലേ ഷഹീദായത്? ശത്രുപക്ഷത്തു നിന്ന് 70 പേരല്ലേ ഷഹീദായത്? സുബ്ഹാനല്ലാഹ്. ഇതല്ലേ യുദ്ധം? ഇതല്ലേ പ്രതിരോധമാണെന്ന് പറഞ്ഞത്? ഇതല്ലേ യുദ്ധമല്ല, ബദർ യുദ്ധമല്ല, പ്രതിരോധമാണ്, പ്രതിരോധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, സഹാബ നമുക്ക് പോകണേ. അപ്പോഴാണ് നബി തങ്ങളോട് സഹാബത്ത് പറയുന്നത്, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഞങ്ങൾക്ക് വിശപ്പ് ഒരു പ്രശ്നമല്ല, ഭാര്യ ഒരു പ്രശ്നമല്ല, വീട് ഒരു പ്രശ്നമല്ല, സമ്പത്ത് ഒരു പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമല്ലേ അല്ല. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഞങ്ങൾ തെരഞ്ഞെടുത്തത് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സന്ദേശത്തെയാണ്. ആ ഇസ്ലാം എവിടെ നിലനിൽക്കണം? ഞങ്ങൾക്ക് മാത്രം മതിയോ? ഞങ്ങളെ കാലശേഷം വരുന്നവർക്കും നിലനിൽക്കണം. സുബ്ഹാനല്ലാഹ്. ബദരീങ്ങളാ സഹാബത്തിനെ റസൂലുള്ള വിളിച്ചിട്ട് 3 കൊടി അങ്ങ് കൊടുക്കുകയാണ്. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജ, ഇന്നേരം വളർക്കൊടിമോ ദണ്ണം കേട്ടിട്ടതിലുണ്ട് അബിയൽ വർണ്ണമതാഫിൻഡം അസ്വദുമാമേ, അസ്വദുമാമേ. 3 കൊടികളാണ്. കൊടിക്ക് പവറുണ്ട്, കൊടിക്ക് ബഹുമാനമുണ്ട്. ഓ, കൊടിക്ക് ബഹുമാനമുണ്ട്, പവറുണ്ട്. ഏത് കൊടിയാണെങ്കിലും ഓരോ കൊടികൾക്കും ബഹുമാനമുണ്ട്, പവറുണ്ട്. ബദരീങ്ങളുടെ കൊടി എത്രയാ? 3 കൊടിയാണ്. അതിലൊണ്ട് അബിയലാണ്, 1 വെളുത്ത കൊടിയാണ്, 2 അസ്വദുമാമേ, 2 കറുത്ത കൊടിയാണ്. സുബ്ഹാനല്ലാഹ്. സദ്ദത കുട്ടൈ കോൾഫംഗം തിരുകരമാൽ കൊണ്ടാമേ തദിനെ നബി തോളർ മിസ്അബിലിന്ദാർ. അതാ ഒരു കൊടി കൊടുക്കുന്നത് ആർക്കാണ്? മിസ്അബ് റളിയല്ലാഹു അൻഹുവിനാണ് ഒരു കൊടി കൊടുക്കുന്നത്. ഒരു കൊടി അതാ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനക്ക് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ 2 കൊടിയുണ്ടല്ലോ, അതാരുടെ കയ്യിലാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാ കൊടുക്കുന്നത് ആർക്കാണ്? പുലി അലിയാർ തങ്ങൾക്ക് കൊടുക്കുകയാണ്. പുലി അലിയാർ തങ്ങൾക്ക് കൊടുക്കുകയാണ്. 3ാമത്തെ കൊടി ആർക്കാണ്? യദ് ഉലമാമുണ്ട സഅദ് ഇബ്നു മുആദ്. 3ാമത്തെ കൊടി സഅദ് ഇബ്നു മുആദ് തങ്ങൾക്ക് കൊടുക്കുകയാണ്. മുഅ്മിനെ പഠിച്ചു വെച്ചോ, 3 കൊടികളും പിടിക്കുന്ന മഹാരഥന്മാരായ ഇസ്ലാമിന്റെ ഈറ്റപ്പുലികളായ 3 പേര് അവര് കൊടി പിടിച്ചിട്ടതാ മുത്തുനബി
നബി ചീഫ് കമാൻഡർ, യുദ്ധത്തിന്റെ ചീഫ് കമാൻഡർ ആകുന്ന, ലോകത്തിന്റെ നേതാവാകുന്ന, ലോകം പടക്കാൻ കാരണഭൂതരാകുന്ന, ബദ്രീങ്ങളുടെ നേതാവാകുന്ന, അള്ളാന്റെ ഹബീബാകുന്ന അതാ മുത്തുനബി മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സഹാബത്തും നടക്കുന്നു. എങ്ങോട്ടാ പോകുന്നത്? ബദറിലേക്കാണ് പോകുന്നത്. ആ സഹാബത്തിൽ ആരൊക്കെയാണ്? മുഹാജിറുകൾ 64 മുഹാജിറുകളാകുന്ന സഹാബികളുണ്ട്. സഹാബികൾ രണ്ട് വിധമാണ്. മുഹാജിറുകളായ സഹാബികൾ അവര് മക്കക്കാരാണ്. അൻസാറുകളായ സഹാബികൾ അവര് മദീനക്കാരാണ്. അൻസാറുകളായ സഹാബികൾക്ക് വല്ലാത്ത സ്നേഹമാണ്, മുഹാജിറുകൾക്ക് വല്ലാത്ത ഗൗരവമാണ്. അവരതാ പോവുകയാണ്. 313 സഹാബികൾ. സുബ്ഹാനല്ലാഹ്, അവരെങ്ങോട്ടാ പോകുന്നത്? ബദറിലേക്ക്. ഈ ബദർ അവരെയാണ് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. പോവാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ, കാണാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. മഹത്തുക്കളുടെ മലക്കുകളുടെ പാദസ്പർശനമേറ്റ് പുളകിതമായ മണൽത്തരിയിൽ ഒന്ന് നമ്മുടെ പാദം വെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മുടെ മക്കൾക്ക് തൗഫീഖ് നൽകട്ടെ, നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ മണൽപ്പരപ്പ്, ആ മഹത്തുക്കളുടെ മഹാന്മാരുടെ മുത്തുനബിയുടെ പാദസ്പർശനമേറ്റ് പുളകിതമായ ആ മണൽപ്പരപ്പൊന്ന് നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ അടർക്കളത്തിൽ പോരാടി ഷഹീദായ 14 സഹാബികളുടെ പേര് എഴുതി വെച്ച ബോർഡ് അവിടെ കാണാം. ആ പേരൊന്ന് നമ്മുടെ കണ്ണുകളെ കൊണ്ട് വായിക്കാൻ അല്ലാഹു നമുക്ക് നേരിട്ട് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ.